ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഏറ്റവും പ്രിയം വെച്ചിരിക്കുന്ന, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും വേഗം വരുവാൻ പോകുന്ന യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇങ്ങനെയൊരു ക്യാമ്പ് ക്രമീകരിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും വചനം ശുശ്രൂഷിക്കാനും ദൈവം തന്ന ആ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ ആദ്യത്തെ സെഷൻ നമ്മൾ കേട്ടത്, ജിജോ ബ്രദറിൽ നിന്ന് കേട്ടത്, സഭയുടെയും സഭ അംഗങ്ങളുടെയും അവരുടെ കർത്തവ്യം എന്താണെന്നുള്ളതാണ്. നമ്മളതിനെപ്പറ്റി പഠിച്ചു. ഈ സെഷൻ്റെ തലക്കെട്ട് സഭാ സേവനത്തിന് കർത്താവിൻ്റെ വരവ് എങ്ങനെ നമ്മളെ ഉത്തേജിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരം നമ്മളെ എങ്ങനെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാവി ജീവിതം, ഈ ലോകത്തിൽ നമുക്ക് വരാനായിട്ടുള്ള ജീവിതം ലോകപ്രകാരം പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഞാൻ ഇങ്ങനത്തെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുവാനായിട്ട് പോകുന്നു, അതിനുശേഷം ഞാൻ ഇനിയൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ശേഷമുള്ള ജീവിതം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അനേകർ പ്ലാൻ ചെയ്യുന്നവരാണ്. ആ പ്ലാൻ നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാൻ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ വളരെ സ്വാധീനിക്കും. ഞാനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, എൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും, എൻ്റെ എല്ലാ മുൻഗണനകളും ഞാൻ ഈ ഒരു പ്ലാൻ ബേസ് ചെയ്തായിരിക്കും ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഓർക്കുക, നമ്മളെല്ലാവരും യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. നമ്മൾ നിത്യതയിൽ പ്രവേശിക്കാനായിട്ട് പോകുന്ന ആൾക്കാരാണ്. ആ നിത്യത എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം, ആ നിത്യതയിലുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും, അത് മനസ്സിലാക്കും തോറും നമ്മുടെ ഈ ജീവിതം വളരെ വ്യത്യസ്തമായൊരു ജീവിതമായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അടുത്തൊരു 40 മിനിറ്റ് ശേഷം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, നിത്യത എന്നാൽ എന്തായിരിക്കും, ആ നിത്യതയിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ പഠനത്തിനായിട്ട് ഞാൻ വായിക്കുന്നത് നമ്മുടെ ബൈബിളിൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട്, അതിൻ്റെ അവസാനത്തെ അധ്യായം 22-ാം അധ്യായത്തിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ അധ്യായം വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 22 അധ്യായത്തിൽ യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഒരു വളരെ പരമാധികാരമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു സോവറിൻ പ്ലാനുണ്ട്. ഈ ലോകത്തെ പറ്റിയും ഈ ലോകത്തെ ജനങ്ങളെ പറ്റിയും ദൈവത്തിന് വളരെ അത്ഭുതകരമായിട്ടുള്ള, ഒരു അതിശയമായിട്ടുള്ള, അതിമഹത്തായിട്ടുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ ഡിസൈൻ ചെയ്തത്, ഉണ്ടാക്കിയത് ദൈവമാണ്, നിർവഹിക്കുന്നത് ദൈവമാണ്, പൂർത്തീകരിക്കുന്നത് ദൈവമാണ്. നമ്മൾ ജിജോ ബ്രദറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടു, യോഹന്നാൻ എഴുതുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് ഡൊമീഷ്യൻ എന്ന ചക്രവർത്തിയാണ്. ആര് നോക്കിയാലും ഡൊമീഷ്യനെതിരായിട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഡൊമീഷ്യനാണ് ഏറ്റവും വലിയ പരമാധികാരി. എന്നാൽ യോഹന്നാൻ 22 പുസ്തകങ്ങളിലൂടെ കാണിക്കുന്നത് ഡൊമീഷ്യൻ അല്ല, സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഏറ്റവും വലിയ അധികാരി. ആ ദൈവത്തിൻ്റെ പ്ലാനിനെതിരായിട്ട് ആർക്കും പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ദൈവമാണ് അത് നിർവഹിക്കുന്നത്, ദൈവമാണ് അത് പൂർത്തീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇതെന്നാ സംഭവിക്കാനായിട്ട് പോകുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ വാട്ട് മസ്റ്റ് ഹാപ്പൻ സൂൺ. ഇത് നടക്കുമോ ഇല്ലയോ, ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. എന്നാൽ എന്നാ സംഭവിക്കുന്നുള്ളത് ദൈവത്തിനൊരു ടൈം ടേബിളുണ്ട്. മനുഷ്യരുടെ ടൈം ടേബിൾ അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അതിലൊരു താമസം ഉണ്ടാകുകയില്ല. ദൈവം നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സമയത്ത് വളരെ അത്ഭുതകരമായിട്ട് നടക്കും എന്നുള്ളതാണ് യോഹന്നാൻ പറയുന്നത്. മൂന്നാമതൊരു കാര്യം,
യോഹന്നാൻ പറയുന്നത് ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകത്തിൽ 22 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പലർക്കും ആകാംക്ഷയുണ്ടാകും. നിത്യതയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്, വളരെ ആകാംക്ഷ, വളരെ അറിവ് നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിലെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നവനുമാണ് ഏറ്റവും ഭാഗ്യം. വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യാവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗ്യാവസ്ഥയാണ് ഈ വചനങ്ങളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിത്യതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കും തോറും നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ മാറ്റാം, എങ്ങനെ രൂപാന്തരം വരുത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ജോലികളിൽ, ഇന്നത്തെ കുടുംബജീവിതത്തിൽ, ഇന്നത്തെ എൻ്റെ പഠനത്തിൽ, ഇന്നത്തെ എൻ്റെ സഭാജീവിതത്തിൽ നിത്യത എങ്ങനെ എന്നെ സ്വാധീനിക്കും, ഏതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ചില നോട്ടുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നിത്യത എങ്ങനെയായിരിക്കും, ഈ നിത്യത എങ്ങനെ നമ്മളെ സ്വാധീനിക്കും, അതെങ്ങനെ നമ്മളെ ഉത്തേജിപ്പിക്കും, ഇതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. 22-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇത് ഉൽപ്പത്തി 2-ാം അധ്യായം 3-ാം അധ്യായം വളരെ സാമ്യമുള്ളൊരു അധ്യായമാണ്. ഒരു നഗരം വരാനായിട്ട് പോകുന്നു, ഒരു നിത്യമായിട്ടുള്ളൊരു നഗരം വരാൻ പോകുന്നു. നമ്മളെല്ലാം അവിടെ വസിക്കുവാനായിട്ട് പോവുകയാണ്. ആ നഗരത്തിൻ്റെ പ്രത്യേകത എന്നാൽ, ദൈവം ഏദൻ തോട്ടത്തിൽ എന്ത് ഡിസൈൻ ചെയ്തോ അതിനേക്കാളും വളരെ അത്യുത്ഭവമായ, വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നഗരമായിരിക്കും അത്. ആ നഗരത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നഗരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സമൃദ്ധമായിട്ടുള്ള ജീവൻ, നമുക്ക് വേണ്ടതെല്ലാം വളരെ സമൃദ്ധമായിട്ട് നമുക്ക് ആ നഗരത്തിലുണ്ട്. 2, നമ്മൾ ദൈവവുമായിട്ട്, കുഞ്ഞാടുമായിട്ട് വളരെ ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം, ദൈവത്തിൻ്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് നമുക്ക് ആ നഗരത്തിലുള്ളത്. 3, നമ്മൾ ആ നഗരത്തിൽ ചുമ്മിരിക്കാൻ പോകുന്നവരല്ല. അവിടെ പറയുന്നത് നമ്മളവിടെ രാജാക്കന്മാരായിട്ട് വാഴുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഒരു സൂക്ഷിപ്പുകാരനായിട്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയെ അത് നോക്കി നടക്കുന്നവരായിട്ട് നമ്മളവിടെ വാഴുവാൻ പോവുകയാണ്. അതാണ് ആ നഗരത്തിൻ്റെ ഒരു ഹൈ ലെവൽ, ഒരു വളരെ ഹൈ ലെവലായിട്ടുള്ള ഒരു ചിത്രീകരണം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വെളിപ്പാട് അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതുമായ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. 2, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യോഹന്നാൻ ഇവിടെ 2 കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം, ഒരു വീഥിയുണ്ട്. ആ വീഥിയുടെ നടുവിൽ ഒരു നല്ലൊരു നദിയുണ്ട്. ആ നദിയിൽ ജലമുണ്ട്. ആ ജലത്തിൻ്റെ പ്രത്യേകത ജീവൻ കൊടുക്കുന്ന ഒരു ജലമാണ്. ദ വാട്ടർ ഓഫ് ലൈഫ്, ജീവൻ കൊടുക്കുന്ന ഒരു ജലം. അതിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല, അത് ഉത്ഭവിക്കുന്ന സ്ഥലം, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം നമ്മൾ 6-ാം അധ്യായം മുതൽ കാണുന്നതാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനമുണ്ട്. ഈ ലോകത്തിൽ നോക്കുവാണെങ്കിൽ അനേക രാജാക്കന്മാർ ഭരിക്കുന്നു. അവരെതിർക്കാനായിട്ടുള്ള ശക്തി നമുക്കില്ല. എന്നാൽ യോഹന്നാൻ പറയുന്നത് ഏറ്റവും പരമോധികാരമായ, ഏറ്റവും സോവറിനായിട്ടുള്ള ആ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ആണ് സ്വർഗത്തിലുള്ളത്. ഈ സിംഹാസനത്തിൽ നിന്നാണ്, ആ നഗരത്തിലും ആ സിംഹാസനം ഉണ്ടാകും. ആ സിംഹാസനത്തിൽ നിന്നാണ് ജീവൻ്റെ ജലം, ആ നദി വരുന്നത്. 2ാമത്തെ കാര്യം, ഒരു ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷത്തെ പറ്റി പറയുന്നത് അത് അനേക രോഗശാന്തിക്ക് ഉതകുന്നു. നമ്മൾക്ക് പല ചോദ്യങ്ങളും ഈ വാക്യം വായിച്ചാൽ നമുക്കുണ്ടാകും. എന്നാൽ എല്ലാത്തിൻ്റെയും ഉത്തരം യോഹന്നാൻ ഇവിടെ കൊടുക്കുന്നില്ല.
ഇവിടെ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം, ആ ജീവിതത്തിൽ, ആ നിത്യതയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ സമൃദ്ധമായിട്ടുള്ള ജീവൻ ആ നിത്യതയിലുണ്ടാകും. 2, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സന്നിധിയിൽ നിന്നാണ്. എന്താണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്? നമ്മൾ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലൂടെ, ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലൂടെ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ നിത്യതയിൽ പ്രവേശിച്ചാലും നമ്മൾ ഒരിക്കലും ദൈവത്തെ പോലെ ആകാനായിട്ട് പോകുന്നില്ല. നിത്യതയിലും ദൈവം സൃഷ്ടിതാവും നമ്മൾ സൃഷ്ടികളുമായിരിക്കും. ഒരിക്കലും ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് അന്ന് സാധിക്കുകയില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളിലും ദൈവം എത്ര വലിയവനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ആശ്രയത്തിലുള്ള ആ പരിപൂർണത, ആ കംപ്ലീറ്റ്നെസ് നിത്യതയിലാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിത്യതയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം സമൃദ്ധിയായിട്ട് തരുന്നു. അതിൻ്റെ ഉറവിടം ദൈവമാണ്. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, നമുക്ക് ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയാം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നോക്കുവാനായിട്ടുള്ള കഴിവുകൾ, അറിവുകൾ, അതിനുള്ള താലന്തുകൾ ദൈവത്തിൽ നമുക്ക് തരുന്നു. ഒരു രാജാക്കന്മാരായിട്ട് വാഴുവാൻ അവരുടെ എല്ലാ കൃപകളും ദൈവം തരുന്നു. അന്നും നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ പോവുകയാണ്. അന്നായിരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ആശ്രയത്തിലുള്ള ആ പരിപൂർണത, ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസ് നമുക്ക് വരുവാനായിട്ട് പോകുന്നത്. നോക്കുക, നിത്യതയിൽ നമ്മൾ ദൈവത്തെ പരിപൂർണമായിട്ട് ആശ്രയിക്കാൻ പോകുന്നു. നമുക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ ആവശ്യങ്ങളും, സമൃദ്ധമായിട്ടുള്ള ജീവൻ ആ നിത്യതയിൽ ലഭിക്കാനായിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് യഥാർത്ഥമായിട്ട് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ. നമുക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് നോക്കുവാനായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ദൈവത്തെ എങ്ങനെ യഥാർത്ഥമായിട്ട് ആശ്രയിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേക ആവശ്യങ്ങളുണ്ട്. ഞാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കർത്താവിനെ എങ്ങനെ അറിയാമെന്നുള്ള കാര്യമാണ്. പൊതുവെ നമ്മുടെ പ്രെയർ ലിസ്റ്റെല്ലാം എടുത്തു കഴിയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പരീക്ഷ പാസ്സാകുക, നമ്മുടെ രോഗങ്ങൾ മാറുക, നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു കുടുംബജീവൻ നയിക്കുക. ഇതൊന്നും തെറ്റല്ല. എന്നാൽ ഈ ഒരു ചോദ്യം അപ്പോസ്തലനായിട്ടുള്ള പൗലോസിനോട് ചോദിക്കുകയാണെങ്കിൽ, എഫേസ്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണമേ, ദൈവത്തിൻ്റെ മഹത്വം അവരെ കാണുവാനായിട്ട് സഹായിക്കണമേ, ദൈവം എത്ര വിശുദ്ധനാണ് അല്ലെങ്കിൽ ദൈവം എത്ര ശക്തനാണെന്ന് കാണുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കണമേ. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. ദൈവത്തെ ആശ്രയിക്കുവാൻ എനിക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് നിത്യത നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു കർത്താവും ശിഷ്യന്മാരും 3 പേരും മറുരൂപ വേലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാക്കിയുള്ള 9 ശിഷ്യന്മാരുടെ അടുത്ത് ഒരു പിതാവ് തൻ്റെ ഒരു ഡിമൻ പോസസ് അല്ലെങ്കിൽ ഭൂതം ബാധിച്ച ഒരു മകനെ കൊണ്ട് അടുത്ത് വരുന്നു. ആ 9 പേര് വളരെ ശ്രമിക്കുന്നു, അവർക്ക് സാധിച്ചില്ല. അവസാനം യേശു കർത്താവ് ആ പിതാവിനോട് പറയുന്നത്, നീ എന്നെ വിശ്വസിക്കുക. ആ പിതാവ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല, എൻ്റെ അവിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. നമുക്ക് പല പ്രതിസന്ധികളിലും നമുക്ക് ദൈവത്തെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ബൈബിളിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് യഥാർത്ഥമായിട്ട് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇതൊരു നല്ലൊരു പ്രാർത്ഥനയാണ്, ദൈവമേ എനിക്ക് സാധിക്കുന്നില്ല, ആ കാര്യത്തിലും ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, കർത്താവ് എനിക്ക് കൃപ തരണമേ. അതാണ് ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. രണ്ടാമത്, അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നതാണ്.
യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവനവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ നിത്യതയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ ശാപമൊന്നും അവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പാപത്തിൻ്റെ ശിക്ഷയായ ശാപം നമ്മൾ അനുഭവിക്കുന്നു. ഭൂമിയിൽ എന്ത് നട്ടാലും അതുണ്ടാകാനായിട്ട് പോകുന്നില്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ അകർന്ന ഒരു ബന്ധമാണ്. ഒരു ദിവസം പത്രം വായിച്ച നമ്മൾ കാണുന്നത്, ഒരു മനുഷ്യനെ കൊല്ലുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമില്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധമില്ല. എല്ലാം ഒരു വളരെ ശാപം നിറഞ്ഞൊരു ഭൂമിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ വളരെ ശാപമില്ലാത്ത ഒരു 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 അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അവിടെ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അവർ അവൻ്റെ മുഖം കാണും. ഒരിക്കലും ഒരു പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ദൈവത്തിൻ്റെ മുഖം കണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും? യോഹന്നാൻ പറയുന്നത്, ആ നിത്യതയിൽ നമ്മൾ കുഞ്ഞാടിൻ്റെ മുഖം നമ്മൾ മുഖാമുഖം കാണാൻ പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആരാധിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ആ നിത്യതയിൽ രാത്രിയില്ല, വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. അവർ രാജാക്കന്മാരായി വാഴും. എന്താണ് യോഹന്നാൻ പറയുന്നത്? നമ്മൾ ആ നഗരത്തിൻ്റെ എവിടെ പോയാലും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉണ്ടാകുകയാണ്. ഗോഡ് വിൽ ഷൈൻ അപ്പോൺ അസ്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളുടെ മേലുണ്ട്. മാത്രമല്ല, നമ്മുടെ നെറ്റിയുടെ മേൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം. മഹാപീഡനകാലത്ത് അന്ത്യക്രിസ്തു പറയുന്നു, എൻ്റെ നാമം നിങ്ങളുടെ നെറ്റിയിലെ മേലില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ആ കഷ്ടതയെല്ലാം സഹിച്ചിട്ട്, ഇപ്പോഴുള്ള കഷ്ടതകളെല്ലാം സഹിച്ച് നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ നമ്മളെ പറ്റി പറയുന്നത്, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിൻ്റെ നാമമാണ് നമ്മുടെ ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിനെ നമ്മൾ മുഖാമുഖം കാണുവാനായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കാനായിട്ട് പോകുന്നു. നമ്മൾ രാജാക്കന്മാരായിട്ട് വാഴുന്നു. എന്താണ് ഇവിടെ കാണുന്നത്? കുഞ്ഞാടും തൻ്റെ ദാസന്മാരും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, വളരെ ഒരു അടുത്ത ഒരു ഉറ്റ സുഹൃത്ത്, ഒരു ഉറ്റ ബന്ധമാണ് നമ്മളവിടെ കാണുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ളൊരു കാര്യം, നിത്യതയിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ഏറ്റവും ഉച്ചമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് നമുക്ക് ദൈവവും കുഞ്ഞാടുമായിട്ട് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് ആരാണ്? നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നത്, ഏറ്റവും നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നത് ബൈബിളാണോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലോസ് ആയിട്ട് പറയാൻ പറ്റുന്നത് യേശു കർത്താവാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യേശു കർത്താവാണോ? ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം. എങ്ങനെയാണ് യേശു കർത്താവായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്? നമ്മളെല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് 5, 10, 20 അല്ലെ എന്നെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തികളാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കാനായിട്ടുള്ള, ഇന്ന് നമുക്ക് കർത്താവിനെ യഥാർത്ഥമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ളൊരു ഫോം വഴി എന്ന് പറയുന്നത്, നമുക്ക് കർത്താവിൻ്റെ വചനത്തേക്ക് നോക്കുക. ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുക, ആ വ്യക്തിയിൽ നിന്ന് കേൾക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ യേശു കർത്താവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശു കർത്താവിൽ നിന്ന് കേൾക്കും, യേശു കർത്താവിനോട് പറയും. അങ്ങനെയാണ് ബന്ധം വർദ്ധിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെ. ആ നിത്യത നമുക്കൊരു ദൈവമായിട്ടുള്ള ബന്ധം ആസ്വദിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ടൊരു കാര്യം,
പറയുന്നത് അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെയും ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ അവൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ അധ്യായത്തിൽ വളരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു വാക്യമാണ് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഞാൻ വേഗം വരുന്നു. അതുതന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ വേഗം വരുന്നു. ഈ ദൂതൻ യോഹന്നാനോട് പറയുന്നൊരു കാര്യം, ഈ പുസ്തകത്തിലുള്ള 22 അധ്യായങ്ങളും ഒരു യോഹന്നാൻ ചുമ്മാ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല. അത് ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് എങ്ങനെ കൊടുക്കുന്നുവോ അതേ ദൈവം തൻ്റെ വചനം ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ എന്ന് പറയുന്നത് വളരെ വിശ്വസിക്കാൻ യോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വചനം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് പറയുന്നൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഈ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈ വചനം ചുമ്മാ വായിക്കാനുള്ളതോ വളരെ ആകാംക്ഷയോടെ നോക്കുവാനുള്ളതോ അനേക വിവരങ്ങൾ ലഭിക്കുവാനായിട്ടുള്ളൊരു പുസ്തകം മാത്രമല്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കുവാനായിട്ടുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും ഈ പുസ്തകം ഒരു കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള ഒരു അറിവ് മാത്രമായിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥമായിട്ടുള്ളൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവരാണ്. നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അനേക വർഷങ്ങളായിട്ട് ബൈബിൾ വളരെ വായിക്കുന്നവരാണ്. നമ്മൾ ക്വൈറ്റ് ടൈം എടുക്കുന്നു, നമ്മൾ അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നു, അനേക ബൈബിൾ സ്റ്റഡികൾ എടുക്കുന്നു. ഇതൊരിക്കലും നമ്മുടെ അറിവിന് വേണ്ടി മാത്രം ഒതുക്കുവാനായിട്ടുള്ളൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നത് ഒരു മോറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം അനുസരിക്കുവാനായിട്ട് നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതൊരു ഓപ്ഷണലല്ല, നമുക്കിഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ചാൽ മാത്രം മതി എന്നുള്ളതല്ല. എന്നാൽ അതൊരു ആധികാരികമായിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവായിട്ടുള്ളൊരു വചനമാണ്. നമുക്കത് നിർവഹിക്കണം, അതിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. കാരണം യേശു കർത്താവ് എത്രയും വേഗം വരുവാനായിട്ട് പോകുന്നു. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 10ഉം 11ഉം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. യോഹന്നാനോട് പറയുന്നൊരു കാര്യം, ഈ പുസ്തകം ഒരിക്കലും മുദ്രയിടാനായിട്ട് പാടില്ല, അടച്ചു വെക്കാനായിട്ട് പാടില്ല. കാരണം കർത്താവ് വേഗം വരുന്നു, സമയമെടുത്തിരിക്കുന്നു. എന്ത് ചെയ്യണം? യോഹന്നാൻ ആസ്യയിലുള്ള 7 സഭകൾക്ക് എഴുതി. അന്നത്തെയുള്ള എല്ലാ സഭകൾക്കും ഈ പുസ്തകം വളരെ അനിവാര്യമാണ്. മാത്രമല്ല ഇന്നുള്ള എല്ലാ സഭകൾക്കും, കർത്താവിൻ്റെ വരവരെയുള്ള എല്ലാ സഭകൾക്കും ഈ സന്ദേശം അറിയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സമയം വളരെ അടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നൊരു കാര്യം വളരെ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? 21 അധ്യായം വായിച്ചിട്ട് ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട്, ദൈവം പാപത്തെ എങ്ങനെ ന്യായം വിധിക്കാൻ പോകുന്നു, ദൈവം എങ്ങനെ പാപികളെ ശിക്ഷിക്കാനായിട്ട് പോകുന്നു, ദൈവം എങ്ങനെ പാപികൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നു, കർത്താവിൻ്റെ വരവ് എത്രയും വേഗം വരാനായിട്ട് പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അനീതിയിൽ തുടരണമോ? നിങ്ങൾക്ക് തുടരാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അഴുക്കുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് തുടരണമോ? നിങ്ങൾക്ക് തുടരാം. വളരെ ദയനീയമായിട്ടുള്ളൊരു വാചകമാണിത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് പാപത്തിൻ്റെ ആ പ്ലഷർ അല്ലെങ്കിൽ നിങ്ങൾക്കത് ആനന്ദിക്കുവാനായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കതിൽ തുടരാം. ഈ ലോകത്തിലെ
ജനങ്ങളെല്ലാം രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് പോകുന്നൊരു സമയം വരാൻ പോവാണ്. നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേര് വിശ്വാസികളുണ്ട്, കുറച്ച് പേര് കർത്താവിനെ എതിർക്കുന്നവരുണ്ട്, ഒരു വലിയൊരു കൂട്ടം ഇതിൻ്റെ നടുവിലുണ്ട്. ഞാൻ കർത്താവിനെ എതിർക്കുന്നുമില്ല, എന്നാൽ സ്നേഹിക്കുന്നുമില്ല എന്നൊരു കൂട്ടരുണ്ട്. അങ്ങനൊരു കൂട്ടരെ കാണുവാനായിട്ട് പറ്റില്ല. ഈ ലോകത്തിലെ എല്ലാവരെയും രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ കൂട്ടരെ പറ്റി പറയുന്നത്, ദൈവം എത്രമാത്രം അവസരങ്ങൾ കൊടുത്തു. നമ്മൾ 6-ാം അധ്യായം മുതൽ വായിക്കുവാണെങ്കിൽ മുദ്രയുടെ ന്യായവിധികളുണ്ട്, കാഹളത്തിൻ്റെ ന്യായവിധികളുണ്ട്, അല്ലെങ്കിൽ ബൗൾ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഓരോ ന്യായവിധികളും കഴിയുമ്പോൾ അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കും പറയാനായിട്ട് പറ്റില്ല, ദൈവമേ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഈ ന്യായവിധി എല്ലാം വരുന്നത് സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്നാണ്. എന്നിട്ടും വളരെ ദയനീയമായിട്ട് നമ്മൾ വായിക്കുന്നൊരു വാക്യം, അവർക്ക് മനസ്താപം വരുവാനായിട്ട് അവർക്ക് മനസ്സിലായിരുന്നു. അവർക്ക് ഒരു തിരിച്ചു വരുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവർക്ക് മനസ്സിലായിരുന്നു. അവർ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. എത്രമാത്രം അവസരങ്ങൾ കൊടുത്തിട്ടും അവരുടെ ഹൃദയ കാഠിനം മാറിയില്ല. ദൈവം ഇന്നും നമ്മളോട് ചോദിക്കുന്നത്, അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ അനേക സന്ദേശങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്കിപ്പോഴും പാപത്തിൽ തുടരണോ? ഇപ്പോഴും നിങ്ങൾക്ക് പാപത്തിൻ്റെ ആ ആസ്വാദനത്തിൽ തുടരണമോ? നിങ്ങൾക്ക് തുടരാം. എന്നാൽ അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നിങ്ങൾ നിത്യതയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ആദ്യത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറയുന്നത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? അവർ പറയുന്ന, കർത്താവേ ഈ പ്രശ്നങ്ങളിൽ എനിക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റുന്നില്ല. കർത്താവ് പറയുന്നത്, സഹോദര സഹോദരി, നിങ്ങൾക്ക് ഇന്നുകൂടെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുമോ? നാളെ കൂടെ നിങ്ങൾക്ക് സഹിഷ്ണുതയിൽ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരാഴ്ച കൂടെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതം കുറച്ച് വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. ഏത് സമയം നിങ്ങളുടെ ജീവിതം തീരാം, അല്ലെങ്കിൽ കർത്താവ് ഏത് നിമിഷം വേണേലും വരാം. നിങ്ങൾക്ക് ജിജോ ബ്രദർ പറഞ്ഞ പോലെ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, കർത്താവേ ഇതെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതിലും വളരെ അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് പറയുന്നത്, കുറച്ച് നാളൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആഹ്വാനമാണ്. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പ്രചോദനം നമുക്ക് തരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം, കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് വളരെ നമ്മൾ സെൻസിറ്റീവാണോ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമുള്ള കാര്യമാണോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വില നിത്യതയിൽ വളരെ വിലയേറിയതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കാര്യം, കർത്താവേ, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരിക്കലും ഹൃദയകാഠിനം എൻ്റെ ജീവിതത്തിൽ വരരുതേ. കർത്താവിൻ്റെ വചനം അനുസരിക്കുവാനായിട്ടുള്ളൊരു കൃപയും അതിൻ്റെ ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. യോഹന്നാൻ എഫേസ്യർക്ക് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, യേശു കർത്താവ് സഭകളുടെ നടുക്ക് നടക്കുന്നു, സഭകളുടെ നടുവേ നടക്കുന്നു. ഒരു പോത്താനിക്കാട് സഭയിലാണെങ്കിൽ പോത്താനിക്കാട് സഭയുടെ നടുവിൽ യേശു കർത്താവ് നടക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം നടക്കുമ്പോൾ യേശു കർത്താവ് എങ്ങനെയോ ദൂരെ ഇരിക്കുകയാണ്, സ്വർഗത്തിലിരിക്കുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും യേശു കർത്താവ് അറിയുന്നില്ല, ഞാൻ യേശു കർത്താവിനെ അറിയിക്കാൻ പോകുന്നു. എന്നാൽ യോഹന്നാൻ ഓരോ സഭകൾക്കും എഴുതുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം, ഐ നോ യുവർ ഡീഡ്സ്. ഞാൻ നിങ്ങളെ അറിയുന്നു, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്നു, ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അറിയുന്നു. അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്,
അത് നമുക്ക് വളരെ ഒരു ആശ്വാസം തരുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയോ? നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് ഒരിക്കലും ദൂരെയുള്ള വ്യക്തിയല്ല, സഭകളുടെ നടുവേ നടക്കുന്നു. സഭയുടെ എല്ലാ പ്രശ്നങ്ങളിലും, സഭയുടെ എല്ലാ കഷ്ടപ്പാടുകളിലും, സഭയുടെ എല്ലാ പ്രതികൂലങ്ങളിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം നിർബന്ധമില്ല. നമ്മൾ രാത്രികളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുന്നു, നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എല്ലാവരും അറിയണം നിർബന്ധമില്ല. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു. വളരെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യമാണ്. യോഹന്നാൻ 12 അധ്യായത്തിൽ എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്ന മറ്റൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്, കർത്താവിൽ മരിക്കുന്നവരെല്ലാവരും ഭാഗ്യന്മാരാണ്, ഭാഗ്യമുള്ളവരാണ്. കാരണം എന്താണെന്നറിയോ? അവരുടെ പ്രവൃത്തി അവരെ പിൻഗമിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അവരുടെ കൂടെ ഉണ്ടാവും. യോഹന്നാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേര് അറിയുന്നത് നമ്മുടെ മരണ ദിവസത്തായിരിക്കും. നമ്മുടെ മരിച്ചു കിടക്കുമ്പോൾ അനേകർ വന്ന് നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മളോട് പറയും. അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവണം നിർബന്ധമില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറയും. നമ്മൾ മരിച്ചതിന് ശേഷവും കുറച്ച് പേര് കുറച്ച് കാലത്തേക്ക് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഓർക്കും. എന്നാൽ വർഷങ്ങൾ അനേകർ കഴിയുമ്പോൾ നമ്മളെപ്പറ്റി ആരും ഓർക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സഹിച്ച എല്ലാ കഷ്ടതകളും സഹായങ്ങളും എല്ലാം ഞാൻ ഒരിക്കലും മറക്കുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ മരിക്കുന്നവരെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? കർത്താവ് പറയുന്നു, എഫേസ്യ സഭയോട് പറയുന്ന കാര്യം, നിങ്ങളുടെ സഭ വളരെ നല്ല സഭയാണ്. ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിൽ 100 മാർക്കും കൊടുക്കാം. എന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയം സ്കാൻ ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ, നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിലല്ല ചെയ്തത്. നിങ്ങൾ അനേക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അനേക കാര്യങ്ങൾ നിങ്ങൾ പുറമേ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹം കൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് യോഹന്നാൻ പറയുന്നത്? നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ദൈവത്തിന് മുമ്പ് ഒരിക്കലും നമുക്കൊരു നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, ദൈവം നമ്മുടെ ഉദ്ദേശങ്ങളെ അറിയുന്നു. നമ്മൾ എന്തുകൊണ്ട് ക്യാമ്പിൽ വരുന്നു, എന്തുകൊണ്ട് സഭയിൽ പോകുന്നു, എന്തുകൊണ്ട് വചനം വായിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നു, എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നു, എല്ലാറ്റിൻ്റെയും ഉദ്ദേശം, നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനും പുറത്തറിയില്ല. സഭയിലെ മൂപ്പന്മാരറിയില്ല, നമ്മുടെ വീട്ടിലുള്ളവരറിയില്ല. പക്ഷേ യേശു കർത്താവിന് അത് അറിയുന്നു. അതുകൊണ്ട് വളരെ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. ദൈവം കർത്താവ് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ അറിയുന്നു. അതുകൊണ്ട് 7 സഭകൾക്ക് സന്ദേശം അയക്കുമ്പോഴും കർത്താവിനെ ആരും ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല. കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാം. കർത്താവ് പറയുന്നു, ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. 12-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിനി ശേഷിക്കുന്ന വർഷം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കും നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ആരും കണ്ടില്ലെങ്കിലും ഒരാൾ കാണുന്നുണ്ട്. ആ കർത്താവ് എത്രയും വേഗം വന്നിട്ട് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല. കാരണം കർത്താവ് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. ആ പ്രതിഫലം കൊടുക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ളൊരു ജീവിതം നയിപ്പാൻ ഈ നിത്യത നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു.
14-15 വായിക്കാം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്തു തന്നെ. ഇവിടെ വളരെ ഒരു മെറ്റഫറാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഈ ഒരു വ്യക്തി യേശു കർത്താവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം നോക്കുവാണെങ്കിൽ, പാപത്തിൽ കരപുരണ്ട് വളരെ വൃത്തികേട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കറുത്ത ഒരു ഡ്രസ്സാണ്. എന്നാൽ ഒരു വ്യക്തി യേശു കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ആ ഡ്രസ്സ് യേശു കർത്താവിൻ്റെ രക്തത്തിൽ മുക്കി വെളുപ്പിച്ച് ഒരു നല്ലൊരു ഡ്രസ്സാണ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്ന വളരെ ശുദ്ധമായിട്ടുള്ളൊരു ഡ്രസ്സാണ് നമുക്ക് യേശു കർത്താവിന് വിശ്വസിച്ചപ്പോൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഈ ഭൂമിയിൽ മഹാപീഡനകാലത്തിൽ അനേക വിശ്വാസികൾ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെട്ടവർ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവരെ പറ്റി പറയുന്നത് ആ ഒരു വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന വിശ്വാസികളാണ്. ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ നിലയങ്കി, നമ്മുടെ വസ്ത്രം കർത്താവ് വെളുപ്പിച്ച് ഒരു വെള്ള നിലയങ്കിയാണ് നമുക്ക് തരുവാനായിട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടതിൻ്റെ ശേഷവും കർത്താവിൻ്റെ മരവിൻ്റെ ഇടയിലുള്ള ജീവിതം കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ, ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗ്യാവസ്ഥയിലുള്ളവരാണ് ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകുകയും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കുകയും ചെയ്യുന്നത്. എന്താണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്? നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ നീതീകരിച്ചവരാണ്. ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ബ്ലെയിംലെസ്സാക്കി ഒരു കുറ്റവുമില്ലാതെ നമ്മൾ യേശു കർത്താവിൻ്റെ മുമ്പിൽ നിർത്തും. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മളെങ്ങനെ നീതീകരിച്ചോ, നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കാൻ പോകുന്നുവോ, ആ ചിന്ത വേണം നമ്മുടെ ഓരോ ദിവസവും നയിക്കുവാനായിട്ട്. യോഹന്നാൻ്റെ ആദ്യത്തെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നൊരു കാര്യം, നമ്മൾ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് യോഹന്നാൻ ഇത് എഴുതുന്നു. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? പലപ്പോഴും നമ്മൾ ശോധനയൊക്കെ ചെയ്യുന്നത്, ഒരു ലൈറ്റർ സെൻസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഞായറാഴ്ച കർത്തൃമേശയുടെ തൊട്ട് മുമ്പായിരിക്കും നമ്മൾ ശോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും നമ്മുടെ ഹൃദയങ്ങളെല്ലാം ശോധന ചെയ്യുന്നത്. ബൈബിൾ പറയുന്നൊരു കാര്യം, നമ്മളെ തന്നെ ശോധന ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് കുറ്റമൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയില്ല. 5, 6, 8 കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മളെ ശോധന ചെയ്യുവാനായിട്ട് ഈ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, എൻ്റെ സ്നേഹത്തിൽ ഞാൻ എത്ര കുറവുള്ളവരാണ്. ഞാൻ മറ്റുള്ളൊരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ വ്യക്തി യഥാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തി 2 വർഷം 5 വർഷം മുമ്പ് എന്നോട് ചെയ്തൊരു തെറ്റ് എനിക്കിപ്പോഴും മായ്ക്കുവാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ കയ്പും വിരോധവും ആ വ്യക്തിയോടുണ്ട്. ബൈബിളിന് മാത്രമാണ് നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളെ, പാപങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ യോഹന്നാൻ 1-ാം ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഒരു വിശ്വാസിയുടെ ഒരു പ്രധാനപ്പെട്ട
ഒരു സൈൻ അല്ലെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു തെളിവാണ് ഈ കുറവും കുറ്റങ്ങളും മനസ്സിലാക്കുമ്പോൾ അത് ഏറ്റു പറയാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം. അത് വിശ്വാസികളുടെ ജീവിതത്തിൽ മാത്രമാണ് ഉണ്ടാകുകയുള്ളൂ. ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തിലെ ഒരു മതങ്ങളും തരുന്നില്ല, ഒരു ഫിലോസഫീസും തരുന്നില്ല. സുവിശേഷം മാത്രം പറയുന്നൊരു കാര്യം, നിങ്ങളിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യേശു കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും നിങ്ങൾ തെറ്റിപ്പോയി എന്നുള്ള കാര്യം പറയുകയും ചെയ്യാം. യോഹന്നാൻ ഇവിടെയും പറയുന്നൊരു കാര്യം, നമ്മൾ ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകേണ്ടത്, കർത്താവെ, ഞാൻ ഇന്ന് വചനം വായിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ള കാര്യം കൂടുതൽ മനസ്സിലാക്കി തരണേ. ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ ബോധ്യപ്പെടുത്തി തരണമേ. കർത്താവിൻ്റെ വചനം ബോധ്യപ്പെടുത്തി തരും. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത്, ഒരിക്കലും നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യരുത്. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന്, കർത്താവെ, ഞാൻ തെറ്റിപ്പോയി. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ശുദ്ധീകരണത്തിൽ വളരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തൊരു വാക്യം 16ഉം 17ഉം ഞാൻ വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇവിടെ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? യേശു കർത്താവിനായിട്ട് പറയുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ ആ പ്ലാൻ പൂർത്തീകരിക്കുന്ന ഉദയനക്ഷത്രമാണ്. ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായിട്ടുള്ള ഉദയനക്ഷത്രത്തേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേരുടെ ഒരു പ്രതികരണമാണ് കാണുന്നത്. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, വരിക യേശു കർത്താവേ, എത്രയും വേഗം വരണമേ. തൻ്റെ മണവാട്ടി, തൻ്റെ മണവാളിന് വേണ്ടി നോക്കിയിരിക്കുന്ന മണവാട്ടി പറയുന്നത്, യേശു കർത്താവേ, വരിക. എന്നിട്ട് യോഹന്നാൻ പറയുന്നൊരു കാര്യം, എന്നെ കേൾക്കുന്ന എല്ലാവരും പറയേണ്ട ഒരു കാര്യം, യേശു കർത്താവേ, വേഗം വരണമേ, യേശു കർത്താവേ, വരണമേ എന്നാണ് കേൾക്കുന്ന എല്ലാവരും പറയേണ്ടത്. നമ്മളെല്ലാവരും യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി നിൽക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യം, കർത്താവ് അടുത്തൊങ്ങും വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കർത്താവ് അടുത്തൊങ്ങും വരാനായിട്ടുള്ള സാധ്യത വളരെ ഇല്ല. ആ രീതിയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് എന്നാ പറയുന്നത് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ പറയുന്നൊരു കാര്യം, നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് പറയേണ്ട ഒരു കാര്യം, കർത്താവേ, ഞാൻ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വരവിനെ ഏറ്റവും സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്നൊരു വ്യക്തി, ഏറ്റവും ആനന്ദിക്കുന്നൊരു വ്യക്തി കർത്താവാണ്. ഞാൻ ആ കർത്താവിനെ നോക്കുവാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ ഇന്ന് വരാമോ? രാവിലെ നമ്മൾ ക്വൈറ്റ് ടൈം എടുക്കുന്നവരാണെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ടോ പോയി നോക്കി പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഇന്ന് കർത്താവെ വരാമോ? യേശു കർത്താവിൻ്റെ വരവിനെ ഏറ്റവും സ്നേഹിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കുവാൻ യോഹന്നാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. യോഹന്നാൻ പറയുന്ന കേൾക്കുന്നവരെല്ലാവരും പറയേണ്ട ഒരു കാര്യം, കർത്താവേ, വരയണമേ. 18ഉം 19ഉം ഞാൻ വായിക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവമനെ വരുത്തും. ഈ പുസ്തകത്തിലെ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. വളരെ ഒരു ഡേഞ്ചറസ് സ്റ്റേറ്റ്മെൻറ്റ്, വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾക്കൊരിക്കലും വളരെ കാഷ്വലായിട്ട് വായിക്കാനായിട്ടുള്ളൊരു ബുക്കല്ല അത്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതിനെ പ്രമാണിക്കുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും ഈ വചനത്തോട്ട് കൂട്ടി പറയുകയാണ്, ദൈവം പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ദൈവം പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ശിക്ഷ വലുതായിരിക്കും. ആരെങ്കിലും പറയുകയാണ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ട ആവശ്യമില്ല, ചിലത് നമുക്ക് അനുസരിക്കാം, ഇതത്ര പ്രാധാന്യമില്ലാത്തൊരു കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ദൈവത്തിൻ്റെ വചനം അതിൻ്റെ മുഖവിലയ്ക്ക് നമ്മൾ എടുക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വളരെ വലുതായിരിക്കും. 20ഉം 21ഉം വായിച്ചിട്ട് ഞാനിവിടെ അവസാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് സാക്ഷിയിരിക്കുന്നവൻ, യേശു കർത്താവാണ് പറയുന്നത്, ഇത് സാക്ഷിയിരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിത്യത എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, ഒരു വ്യക്തിയാണ്. The end is not an event, it is but a person. നിത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിശയിപ്പിക്കുന്നത് അതിൻ്റെ നഗരത്തിൻ്റെ വീതിയോ ആഴമോ ഉയരമോ പൊക്കവുമല്ല. നിത്യത്തിൽ ഏറ്റവും നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യം അതിലെ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളോ രത്നക്കല്ലുകളോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ നമ്മളെ ആസ്വദിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും പ്രത്യാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഈ കുഞ്ഞാടും ദൈവവും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. യോഹന്നാൻ 1-ാം ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, നിത്യജീവൻ എന്നാൽ യേശു ക്രിസ്തുവാണ്. നമ്മൾ യേശു ക്രിസ്തുവായിട്ട് ചേർന്ന് ജീവിക്കാൻ പോകുന്നൊരു ദിവസം വരുന്നു. യേശു കർത്താവുമായിട്ട് അഭേദമായിട്ട് വസിക്കാൻ പോകുന്നൊരു കാലം വരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, ആഗ്രഹം, പ്രത്യാശ എന്ന് പറയുന്നാൽ നമ്മൾ യേശു കർത്താവിനെ നമ്മൾ കാണുവാനും യേശു കർത്താവിനോട് വസിക്കുവാനായിട്ട് നമ്മൾ പോകുന്നൊരു ദിവസം വരികയാണ്. കർത്താവ് പറയുന്നു, ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ പറയുന്നൊരു കാര്യം, കർത്താവായിട്ടുള്ള യേശു കർത്താവേ നീ എത്രയും വേഗം വരണമേ. പലപ്പോഴും നമുക്കിത് അത്ര നമ്മളെക്കാളും കൂടുതൽ മനസ്സിലായിട്ടുള്ളൊരു വ്യക്തിയാണ് യോഹന്നാൻ. കാരണം ഒരു പത്മോസ് ദ്വീപിൽ ഒരു മനുഷ്യരുടെയും കൂട്ടായ്മയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഏത് നിമിഷവും മരിക്കാമെന്നുള്ളൊരു സ്ഥിതിയിൽ ജീവിക്കുന്ന യോഹന്നാൻ പറയുന്നൊരു കാര്യം, കർത്താവേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ഞാൻ അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നു, കർത്താവേ വേഗം വരണമേ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, നിത്യത നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് നമ്മളെങ്ങനെ ഉത്തേജിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, നമ്മൾ എടുക്കുന്നൊരു തീരുമാനം ഇങ്ങനെയായിരിക്കട്ടെ. നമുക്കൊരു തീരുമാനം ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് എടുക്കാം. ദൈവമേ, ഇന്നു മുതൽ ഞാൻ ദൈവത്തെ എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. ഞാൻ നിന്നെ ആശ്രയിക്കാനായിട്ട് പോകുന്നു. എനിക്ക് ആശ്രയിക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ വന്നാൽ ആ കാര്യത്തിലും ഞാൻ കർത്താവിനോട് തുറന്നു പറയുകയും കർത്താവിനെ ആശ്രയിക്കാൻ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം, ഞാൻ ഏറ്റവും ആനന്ദിക്കുന്ന ഒരു വ്യക്തിബന്ധം പറയുന്നത് എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ ഉള്ളവരല്ല, യേശു കർത്താവ് എന്ന വ്യക്തിയാണ്. ഇന്നു മുതൽ യേശു കർത്താവിന് യഥാർത്ഥമായിട്ട് ആനന്ദിക്കുവാൻ, യേശു കർത്താവുമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ആസ്വദിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. 3, കർത്താവെ, എൻ്റെ ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അനേക വർഷങ്ങളായി. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഈ വചനം വളരെ ഗൗരവമായിട്ട്, വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇതെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരിക്കലും എൻ്റെ അറിവിന് വേണ്ടിയോ എൻ്റെ ആകാംക്ഷയ്ക്കോ വേണ്ടി മാത്രമല്ല, ഇന്നു മുതൽ യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ വചനം വായിക്കുവാനും അതനുസരിക്കുവാനായിട്ടും എന്നെ സഹായിക്കണമേ. വേറൊരു കാര്യം, കർത്താവ് ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ള കാര്യം വചനം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കാൻ ഇടവരുത്തരുതേ. എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഒരിക്കലും ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ഇടവരുത്തരുതേ. കർത്താവിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വരുവാനും എൻ്റെ പാവങ്ങളെ ഏറ്റുപറയാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ എപ്പോഴും ആസ്വദിക്കുവാനായിട്ട് സഹായിക്കണമേ. വേറൊരു കാര്യം പറയുന്നത്, കർത്താവ് വരുവാനായിട്ട് പോകുന്നു. കർത്താവ് തൻ്റെ ഓരോരുത്തർക്കും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാനായിട്ട് പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ആർക്കും നമുക്കൊന്നും മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. കർത്താവ് എല്ലാ കാര്യങ്ങളും കാണുന്നു. കർത്താവ് എത്രയും വേഗം വരുന്നു. നമുക്കും ആത്മാവിനോടും മണവാട്ടിയോടും കൂടെ നമുക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, കർത്താവെ, ഇന്നു മുതൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഏറ്റവും സന്തോഷിക്കുകയും സ്നേഹിക്കുകയും പ്രിയപ്പെടുവാൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.